എന്താണ് വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത്? ഇന്ന് നമുക്ക് പരസ്യം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മേഖല എന്ന് പറയുന്നത് വെബ്സൈറ്റുകളാണ്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ വെബ് ഡിസൈനിങ് എന്ന് പറയുന്നത്. പക്ഷേ അന്നെല്ലാം ഓൺലൈൻ എന്നുള്ള മാധ്യമത്തോട് ആൾക്കാർക്ക് ഇന്നുള്ള അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല. ഇന്ന് കൊറോണ വന്നതോടുകൂടി എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ മേഖലയെ വല്ലാതെ ആശ്രയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിവിധ തരത്തിലുള്ള വെബ്സൈറ്റുകൾ നമുക്കുണ്ടാക്കി അതനുസരിച്ച് അതിൻ്റെ പ്രാധാന്യം കൂട്ടുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഈ മേഖല നമ്മളെ സഹായിക്കുന്നുണ്ട്. മുൻപ് ഇല്ല എന്നല്ല പറയണത്, പക്ഷെ മുൻപത്തേക്കാൾ പ്രാധാന്യം ഇന്ന് ഇതിനുണ്ട്. ഇനി വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? അതായത് നമ്മളൊരു വലിയ ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിലോ, അതല്ലെങ്കിൽ വലിയൊരു സെലിബ്രിറ്റി, ഒരു സിനിമാ പ്രവർത്തകനോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സംരംഭം തുടങ്ങി വെച്ച ആളോ ആണെങ്കിൽ പണ്ട് അത് പത്രത്തിലാണ് പരസ്യം ചെയ്തിരുന്നത്. അപ്പോൾ പത്രത്തിൽ വരുന്ന ആ പരസ്യം ആളുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിലൂടെയാണ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വെബ് ഡിസൈനിങ് അഥവാ വെബ് സൈറ്റുകൾ വന്നപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ പത്രത്തിൽ അത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഓരോ ഏരിയയിലേക്ക് വേണമെങ്കിൽ കേരളം ഒട്ടാകെ, അതല്ലെങ്കിൽ നമുക്ക് തൃശ്ശൂർ മാത്രം അല്ലെങ്കിൽ എറണാകുളം മാത്രം, അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് പകരം ഇതിലൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളിലേക്കും ഇതെത്തിക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് വെബ് ഡിസൈനിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിനായി വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് തനിയെ വേണമെങ്കിലും നമുക്കൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്കത് ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ ആ ഫസ്റ്റ് എങ്ങനെയായിരിക്കണം അത് ഡിസ്പ്ലേയിൽ വരുന്നത്, എങ്ങനെയാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെബ് ഡിസൈനിങ് പഠിക്കുന്നത്? വെബ് ഡിസൈനിങ് പഠിക്കുന്നത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഒരു പരസ്യം, നമ്മൾ ടി വി ഒക്കെ കാണുമ്പോൾ ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ആ പരസ്യം ചിലപ്പോൾ വളരെ സിമ്പിളായിരിക്കാം, ചിലപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിലായിരിക്കാം അവതരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് പെട്ടെന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എളുപ്പമാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടൊരു പ്രയാസം ഉണ്ടാവും. അതുപോലെ വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ലഘുവായി വളരെ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ തന്നെ അവർക്ക് അത് തുറന്നു നോക്കാൻ തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മളതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അത് എളുപ്പത്തിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മളിപ്പോൾ വെബ്സൈറ്റുകൾ പോലെ തന്നെ നമുക്ക് വെബ്സൈറ്റുകൾക്ക് പകരമായിട്ട് ഇപ്പോൾ മൊബൈലിലാണെങ്കിലും ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകളും അതിലേക്ക് നമുക്ക് ഇതുപോലെയുള്ള ഓരോ ഡിസൈൻസ് അയച്ചു കൊടുക്കുക, അങ്ങനെ പല രീതിയിലൂടെ നമുക്ക് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന് ഒരുപാട് റെഡിമെയ്ഡ് സോഫ്റ്റ്വെയറുകളും നമുക്ക് ലഭ്യമാണ്. അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തനിയെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ ചില വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ചില സോഫ്റ്റ്വെയറുകളിലുള്ള ഒരു പ്രത്യേകത FTP എന്ന സംവിധാനമുണ്ട്. അതായത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമുക്ക് ആവശ്യമുള്ള ഫയലുകളെയൊക്കെ ഇതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിനെ കൂടുതൽ നന്നാക്കാനായിട്ട് സാധിക്കുന്നു. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ബ്ലൂ ഫിഷ്, അഡോബ് ഡ്രീം വീവർ, ബൂട്ട്സ്ട്രാപ്പ് എന്നിങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ടേം സ്റ്റാറ്റിക് വെബ്സൈറ്റ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപോലെ നിലനിൽക്കുന്നതാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പേരുണ്ട് ഡൈനമിക് വെബ്സൈറ്റ്. ഡൈനമിക് എന്ന് പറയുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുന്നത്. ഇനി ഈ സ്റ്റാറ്റിക് വെബ്സൈറ്റും ഡൈനമിക് വെബ്സൈറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ അതിൽ കാണുന്ന ആ കണ്ടൻറ്റ്സ് എപ്പോഴും ഒരുപോലെ തന്നെ നിലനിൽക്കുന്നു, ഏത് വെബ്സൈറ്റ് ആണെങ്കിലും. അപ്പോൾ അതിനെ നമുക്ക് പറയാൻ പറ്റും സ്റ്റാറ്റിക് വെബ് പേജ് എന്നുള്ളത്. അതേസമയം ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കുട്ടികളുടെ +2 റിസൾട്ട് വരുമ്പോൾ അവരവരുടെ ആ ഹോൾ ടിക്കറ്റിലെ നമ്പർ അല്ലെങ്കിൽ അഡ്മിഷൻ നമ്പർ ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അവരുടെ ആ റിസൾട്ട്, ഹോൾ ടിക്കറ്റ് നമ്പർ അടിച്ചതിനനുസരിച്ചുള്ള റിസൾട്ടാണ് ഡിസ്പ്ലേയിൽ കാണുന്നത്. ആ നമ്പർ മാറി അടിക്കുന്നതിനനുസരിച്ച് റിസൾട്ടിൽ മാറ്റം വരുന്നു. എല്ലാവർക്കും ഒരേ റിസൾട്ടല്ല വരുന്നത്, ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. അപ്പോൾ അത് ഡൈനാമിക് വെബ്സൈറ്റിനുള്ള ഒരു ഉദാഹരണമാണ്.
നോർമലി നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റുകൾ ഉണ്ടാക്കിയിരുന്നത് ഏറ്റവും ആദ്യം HTML ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. ഒരു സാധാരണ വെബ് പേജ്, അതിൽ നമുക്ക് എന്തൊക്കെ ഹെഡ് അതുപോലെ ബോഡി, ഇങ്ങനെ 2 ഭാഗങ്ങളായിട്ട് തരം തിരിച്ച് നമ്മൾ അതിൽ ഹെഡിങ്ങും അതുപോലെ തന്നെ ബോഡിയിൽ കണ്ടൻസും പാരഗ്രാഫായിട്ടൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ വെബ് പേജുകൾ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് ഇതിലേക്ക് അനിമേഷൻസ്, എന്താണ് അനിമേഷൻസ്, കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ വെബ്സൈറ്റിൽ എന്തൊക്കെ വേണമോ അതെല്ലാം നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അനിമേഷൻസ് ആഡ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളൊക്കെ വന്നു. അപ്പോൾ ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിലൂടെയും നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ, ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ അനിമേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചു. അതിനെയും നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റുകളുടെ ഇതിലാണ് പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് വെബ്സൈറ്റും ഡൈനമിക് വെബ്സൈറ്റും രണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. സ്റ്റാറ്റിക്കിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ അനിമേഷൻസും അതുപോലെ കൂടുതൽ കളർഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഡൈനമിക് ആവുമ്പോൾ വ്യത്യാസമുണ്ട്. അത് നമ്മൾ സാധാരണ ഒരു വെബ്സൈറ്റിൽ ഓരോരുത്തരുടെയും, ഇപ്പോൾ കുട്ടികളുടെ റിസൾട്ടൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ ആ ഹോൾ ടിക്കറ്റ് നമ്പർ അനുസരിച്ചാണ് ഓരോ കുട്ടിയുടെയും റിസൾട്ട് ഡിഫറൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അനിമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് അവിടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അനിമേഷൻസ്, ഇപ്പോൾ കാർട്ടൂണൊക്കെ കാണുമ്പോൾ അതിൽ നമുക്ക് അനിമേഷൻസ് ഉണ്ട്, അപ്പോൾ അത് കാണാൻ ഒരു കൗതുകമുണ്ട്. അതേപോലെ അനിമേഷൻസിനെയൊക്കെ നമുക്കിതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തതായിട്ട് എങ്ങനെയാണ് ഒരു സ്റ്റാറ്റിക് വെബ് പേജ് റിക്വസ്റ്റ് അതേപോലെ ഒരു ഡൈനാമിക് വെബ് പേജ് റിക്വസ്റ്റ് എന്ന് നോക്കാം. ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടർ, നമ്മളിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ്. അതിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു സെർച്ച് ചെയ്യാനുള്ള ഒരു സാധനം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെബ് സെർവറിലേക്കാണ് കണക്ഷൻ പോണത്. എന്നിട്ട് ആ വെബ് സെർവർ എന്ത് ചെയ്യണോ, അത് നേരെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസേൺഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാവും, അതാണ് ആപ്ലിക്കേഷൻ സെർവർ എന്ന് പറയുന്നത്. അതിലേക്ക് കൊടുക്കുന്നു ആ റിക്വസ്റ്റ്. അതിനുശേഷം എന്തുണ്ടാവണം, അതെവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതെവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിൽ നിന്നും അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് അത് തിരഞ്ഞ് എടുക്കുന്നു. അതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അത് തിരഞ്ഞെടുത്ത ശേഷം റിസൾട്ടാണ് നമുക്ക് പിന്നീട് കിട്ടുന്നത്. ആ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വെബ് പേജാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, സാധാരണയായിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വെബ് പേജാണ്, ഏത് വെബ് പേജ് അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് നമ്മളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. നമ്മളത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ നമ്മുടെ വെബ് സെർവറിലേക്ക് പോയി ആ റിക്വസ്റ്റ്, അതിനുശേഷം വെബ് സെർവർ അത് ആപ്ലിക്കേഷൻ സെർവറിന് കൈമാറി, അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ അത് കൃത്യമായി എവിടെയാണെന്ന് കണ്ടുപിടിച്ച ശേഷം ഡേറ്റാബേസിൽ നിന്നും തിരഞ്ഞ്, ഡേറ്റാബേസ് എന്ന് വെച്ചാൽ എന്താ, ഒരുപാട് ഡേറ്റാസ് ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ് ഡേറ്റാബേസ്, അതിൽ നിന്നും അതിനെ തിരഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് ആ റിക്വസ്റ്റ് ചെയ്ത വെബ് പേജ് തന്നെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് ആ റെസ്പോൺസ് കൊടുക്കുന്നതും അതുപോലെ നമുക്ക് ആ റിക്വസ്റ്റ് നമ്മൾ കൊടുത്ത് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നതെല്ലാം സ്റ്റാറ്റിക് വെബ് പേജ് റിക്വസ്റ്റിലാണ് പെടുന്നത്. ജസ്റ്റ് ആപ്ലിക്കേഷൻ സെർവറിൽ പോയിട്ട് നമുക്കത് ആക്സസ് ചെയ്ത ശേഷം ഡാറ്റാബേസിൽ നിന്നും അത് കൃത്യമായി കണ്ടുപിടിച്ച് തരിക, അതാണ് ഡൈനാമിക് വെബ് പേജ് റിക്വസ്റ്റിൽ പെടുന്നത്. ഇവിടെ നമുക്കത് ഡയഗ്രത്തിൽ തന്നെ കാണാം. അപ്പോൾ ഈ ഡൈനാമിക് വെബ് പേജ് റിക്വസ്റ്റിൽ പെടുന്നതിൻ്റെ കാരണം എന്താ, നമുക്കിപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്തു, അത് സാറ്റിസ്ഫാക്ടറി അല്ല, അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടനെ അടുത്ത സെർച്ച് വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ പ്രോസസ്സ്, അതായത് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് എന്ന ഭാഗം മാത്രം കൃത്യമായിട്ട് എല്ലാത്തിലും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് സ്റ്റാറ്റിക് വെബ് പേജ് റിക്വസ്റ്റിൽ ഉൾപ്പെടുത്താം. പക്ഷേ നിങ്ങൾ തിരയുന്ന സാധനം എപ്പോഴും വ്യത്യസ്തമാണ്. അപ്പോൾ അത് തിരഞ്ഞിട്ട് നിങ്ങൾക്കത് കൃത്യമായിട്ട് അത് എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിച്ച് തരുന്നത് കൊണ്ട് അതിനെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഡൈനാമിക് വെബ് പേജ് റിക്വസ്റ്റ്. അടുത്തതായി സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് വെബ് പേജിൽ കണ്ടൻറ്റ് ആൻഡ് ലേഔട്ട് ഫിക്സഡ്, എപ്പോഴും ആ കണ്ടൻറ്റും അതിൻ്റെ ആ ലേഔട്ട് ഡിസൈനും സെയിം ആയിരിക്കും. അതേസമയം ഡൈനാമിക് വെബ് പേജിലാണെങ്കിൽ കണ്ടൻറ്റ് ആൻഡ് ലേഔട്ട് നമുക്ക് എങ്ങനെയാണ്, റൺ ടൈം, അത് എക്സിക്യൂട്ട് ആവുന്നതിനനുസരിച്ച് വ്യത്യസ്തമാണ്. നെക്സ്റ്റ്,
നെവർ യൂസ് ഡാറ്റാബേസ്. സ്റ്റാറ്റിക് വെബ് പേജിൽ ഒരിക്കലും നമ്മൾ ഡാറ്റാബേസ് ഉപയോഗിക്കുന്നേ ഇല്ല. നമ്മളാണ് ആ വെബ് പേജസ് ഉണ്ടാക്കുന്നതും അതനുസരിച്ച് അതിനെ ഡിസ്പ്ലേ കാണിക്കുന്നത്. ഡൈനാമിക് വെബ് പേജിൽ ഡാറ്റാബേസ് ഉണ്ട്. ഈ ഡാറ്റാബേസിലൂടെ നമ്മൾ എന്തൊക്കെ കണ്ടീഷൻസ് ഓർ ക്വയറീസ് കൊടുക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് അവിടെ ആ ജനറേറ്റ് ചെയ്യുന്നത് പ്രിൻ്റ് ആവാനോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ആവാനോ സാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ഹോൾ ടിക്കറ്റ് നമ്പർ അടിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫുൾ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നു. അതെല്ലാം ക്വയറിയാണ്. നെക്സ്റ്റ്, ഡയറക്ട്ലി റൺ ഓൺ ദ ബ്രൗസർ. സ്റ്റാറ്റിക് വെബ് പേജ് എപ്പോഴും ഒരു വെബ് ബ്രൗസറിൽ ഡയറക്റ്റായിട്ട് റൺ ആവുന്നു. നോട്ട് റിക്വയർ എനി സെർവർ സൈഡ് അപ്ലിക്കേഷൻ. ഇതിനായിട്ട് നമുക്കൊരു സെർവർ സൈഡ് അപ്ലിക്കേഷൻ, ഒരു വേറെ പ്രത്യേകമായ സോഫ്റ്റ്വെയറോ ഒന്നും തന്നെ ആവശ്യമില്ല. നെക്സ്റ്റ്, ഡൈനാമിക് വെബ് പേജ് റൺസ് ഓൺ സെർവർ സൈഡ് അപ്ലിക്കേഷൻ. ഇത് നമുക്ക് എപ്പോഴും ഒരു സെർവർ ഉണ്ടായിരിക്കും. ആ സെർവറിൻ്റെ അപ്ലിക്കേഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിലൂടെ നമുക്കൊരു റിസൾട്ടാണ് പ്രിൻ്റായിട്ട് വരിക അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ കാണിക്കുക. ഈസി ടു ഡെവലപ്പ്. ഇത് നമുക്ക് സ്റ്റാറ്റിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഡൈനാമിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിംഗ് അറിയണം. പ്രോഗ്രാമിംഗ് സ്കില്ലിലൂടെ മാത്രമേ ഡൈനാമിക് വെബ് പേജിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏതൊരു ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും പ്രൈവറ്റ് സ്ഥാപനങ്ങളായാലും അവരുടേതായ രീതിയിൽ അവർക്കെല്ലാം വെബ്സൈറ്റുകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് ആക്സസിബിലിറ്റി കിട്ടുന്നത്, എങ്ങനെയാണ് ആ വെബ്സൈറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് ലഭ്യമാകുന്നത്, ഇതാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. അതിനായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്, എല്ലാ കമ്പനികൾക്കും അവരുടെ പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ വെബ്സൈറ്റ് അഡ്രസ്സ് അവർക്ക് ഉണ്ടാവും. മാത്രമല്ല അതിന് നമ്മളൊരു നെയിമിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കൽ DNS ഡൊമെയിൻ നെയിം സിസ്റ്റം ഉണ്ട്, ഡൊമെയിൻ നെയിം സെർവർ ഉണ്ടായിരിക്കും. ഇനി ആ ലോക്കൽ ഡൊമെയിൻ നെയിം സെർവർ എന്താ ചെയ്യണേ? ഇറ്റ് ഈസ് ഹോസ്റ്റഡ് ഇൻസൈഡ് ദ ഇൻട്രാനെറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. എന്താണ് അതിനർത്ഥം? എന്താണ് ഇൻട്രാനെറ്റ്? ഒരു കമ്പനിക്ക് എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും ബ്രാഞ്ചസുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു നെറ്റ്വർക്കിൻ്റെ സഹായത്തോടെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ പോകണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ പോയിട്ട് ആ കുട്ടി എന്ത് ചെയ്യണം? ആദ്യം ആ വെബ്സൈറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കുട്ടിക്ക് അറിയണം. അഡ്രസ്സ് കുട്ടിക്ക് അറിയാമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് കുട്ടിക്ക് ആ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒഫീഷ്യലായിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഏതാണ്, ആ അഡ്രസ്സ് അവിടെ ഓപ്പൺ ആവുന്നു. അങ്ങനെ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിലൂടെ ഏതെല്ലാം കോഴ്സുകൾ ലഭ്യമാണ്, ഏതെല്ലാം കോഴ്സുകൾ നമുക്കവിടെ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള എല്ലാ വിവരങ്ങളും അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതാണ് ഇൻട്രാനെറ്റ് എന്ന് പറയാനുള്ള കാരണം. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പബ്ലിക് നെറ്റ്വർക്കാണ്. എന്താണ് പബ്ലിക് നെറ്റ്വർക്ക്, എന്താണ് പ്രൈവറ്റ് നെറ്റ്വർക്ക്? പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നത്. ഇന്റർനെറ്റ് പൊതുവായിട്ടുള്ളതാണ്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് വേണ്ടി മാത്രം അതിനകത്തുള്ള അവരുടെ വിവിധ ബ്രാഞ്ചുകളെ മുഴുവനായി കണക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്ന പ്രൈവറ്റ് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെർവറിനെ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനെ ആണ് നമ്മളവിടെ കൊടുക്കുന്നതെങ്കിൽ ലോക്കൽ DNS സെർവർ എന്ത് ചെയ്യണു? അത് അതിൻ്റെ ഇൻട്രാനെറ്റുമായിട്ട്, ആ ഓർഗനൈസേഷൻ്റെ ഇൻട്രാനെറ്റുമായിട്ട് കണക്റ്റഡ് ആവുന്നു. ഇനി ഓർഗനൈസേഷൻ്റെ ഇൻട്രാനെറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കാണുന്നത്? ലിസ്റ്റ് ഓഫ് ഡൊമെയിൻ നെയിംസ് ആൻഡ് IP അഡ്രസ്. എത്രയൊക്കെ ഡൊമെയിൻ നെയിമുകളുണ്ടോ, എത്ര IP അഡ്രസ്സുകളുണ്ടോ, ഇതെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഇനിയും നമുക്ക് പുതിയതായിട്ട് എത്ര വെബ്സൈറ്റുകൾ അവിടെ ഓൾറെഡി ചേർക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് അതിലേക്ക് ചേർക്കാനും സാധിക്കും. അപ്പോൾ യൂസേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ റെഗുലർലി ആക്സസ്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ആ കമ്പനിയുടെ വെബ്സൈറ്റ് സ്ഥിരമായിട്ട് ആക്സസ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ എത്ര തവണ വേണമെങ്കിലും അയാൾക്കത് ആക്സസ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ഇതിലേക്ക് മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും എല്ലാം അയാൾക്ക് അതിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. യൂസേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ റെഗുലർലി ആക്സസ്. ദിവസേന അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ആ പ്രൈവറ്റ് നെറ്റ്വർക്കിലൂടെ ഇതെല്ലാം ആക്സസ് ചെയ്യുന്നുണ്ടാകാം. List is periodically updated to add new domain names.
എപ്പോഴും പുതിയ പുതിയ ഡൊമൈൻ നെയിമുകൾ, ഇപ്പം നമുക്കറിയാം ഒരുപാട് പുതിയ പുതിയ സ്ഥാപനങ്ങളും പുതിയ പുതിയ വെബ്സൈറ്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പേരുകളെല്ലാം തന്നെ ഈ നെറ്റ്വർക്കിൽ ചേർക്കപ്പെടുന്നുണ്ട്. അതെപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിലൂടെ ഇൻട്രാനെറ്റ് സംവിധാനത്തിലൂടെ, അതായത് പ്രൈവറ്റ് നെറ്റ്വർക്കിലൂടെ ഒരു വെബ്സൈറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ എന്താ ഉണ്ടാവണേ, നമ്മൾ അതിൻ്റെ ഡൊമൈൻ നെയിമാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്ത് കൊടുക്കുക. അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലോക്കൽ DNS സെർവർ, ഡൊമൈൻ നെയിം സെർവറിലേക്ക് നമ്മൾ പോകുന്നു. അതിൻ്റെ IP അഡ്രസ്സ് നമുക്ക് കിട്ടുന്നു. അതിലൂടെ എന്തുണ്ടാവണു, നമുക്ക് സ്പീഡപ്പ് ആയിട്ട് ആക്സസ്, അതായത് നമുക്ക് പെട്ടെന്ന് ആ വെബ്സൈറ്റ് തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നു. ഇനി അഥവാ അങ്ങനെ ഒരു IP അഡ്രസ്സ് കിട്ടിയില്ല എങ്കിൽ എന്തുണ്ടാവണോ, അത് ആ DNS, നമ്മുടെ ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ആരാണോ നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് തരുന്നത് അവരാണ് ISP എന്ന് പറയുന്നത്. അവരുടെ DNS, അവരുടെ ഡൊമൈൻ നെയിം സെർവറിലേക്ക് കണക്റ്റഡ് ആവുന്നു. എന്നിട്ട് അവർ സെർച്ച് ചെയ്യും നമുക്ക് വേണ്ടിയിട്ട് ആ വെബ്സൈറ്റ് അവിടെ ഉണ്ടോ എന്ന്. ഒട്ടും തന്നെ അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് അവിടെ അത് മെസ്സേജ് തരും, ഇങ്ങനൊരു വെബ്സൈറ്റ് ഇല്ല. അല്ലെങ്കിൽ അത് നമുക്കുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നമുക്കത് ഡിസ്പ്ലേയിൽ കാണാം. പ്രോഗ്രാം കോഡ് നമ്മൾ സെർവറിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്കതിനെ സെർവർ സൈഡ് കോഡ് എന്ന് പറയാം. അപ്പോൾ സെർവറിൽ റൺ ചെയ്യുന്നതാണ് സെർവർ സൈഡ് കോഡ് എന്ന് പറയുന്നത്. ക്ലയൻറ്റിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ അതിനെ ക്ലയൻറ്റ് സൈഡ് കോഡ് എന്നാണ് പറയുക. ഇനി സ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വെബ് സെർവറിലേക്കാണ് അത് എത്തുന്നത്. ആ സ്ക്രിപ്റ്റ് വഴി നമ്മൾ വെബ് സെർവറിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നു. ഈ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലാണ്. ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നു അതിൻ്റെ സെർവറിൽ നിന്നും ആ നമ്മൾ ആക്സസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ക്ലയൻറ്റ് ബ്രൗസറിലാണ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലാണ്. ഇനി ഡൈനമിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു നമ്മൾ, അതായത് ഓരോ കുട്ടിയുടെയും റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ആവാൻ, അതല്ലെങ്കിൽ നമ്മൾ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ്, അതുമല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഓൺലൈൻ സർവീസസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈനമിക് ടൈപ്പാണ്. അപ്പോൾ ഡൈനമിക് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുമ്പോൾ അത് ഓരോ തവണയും ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഡൈനമിക് എന്നുള്ളതിൻ്റെ അർത്ഥം. അടുത്തതായിട്ട് സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോഗ്രാം കോഡാണ്. എപ്പോഴും ഏതൊരു ടാസ്ക് നമുക്ക് ചെയ്യണമെങ്കിലും അതിന് പ്രോഗ്രാം കോഡ് ആവശ്യമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം കോഡ് നമ്മൾ എഴുതി കഴിയുമ്പോൾ ആ പ്രോഗ്രാം കോഡ് അവിടെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കവിടെ ഒരു റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം കോഡ് എവിടെയാണ് എഴുതുന്നത്? സാധാരണയായിട്ട് HTML എഴുതുമ്പോൾ നമ്മൾ നോട്ട് പാഡിലാണ് എഴുതുക. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് യൂസ് ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റ് എഡിറ്ററിലാണ് നമ്മളത് ടൈപ്പ് ചെയ്യുന്നത്. ഇനി അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നമ്മളതിനെ സേവ് ചെയ്ത് വെക്കുന്നു HTML ആയിട്ട്. അപ്പോൾ നമുക്കത് റൺ ചെയ്യുമ്പോൾ അതനുസരിച്ച് ആ കമ്പ്യൂട്ടറിൻ്റെ ബ്രൗസറിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇനി അതുമല്ലെങ്കിൽ അതുപോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കാം. ജാവാസ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് എന്നിങ്ങനെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളുടെ സഹായത്തോടെ നമുക്ക് വേണമെങ്കിൽ വെബ് പേജുകളെ ഡെവലപ്പ് ചെയ്യിക്കാം. അപ്പോൾ അവിടെയുള്ള വ്യത്യാസം എന്താണ്? എപ്പോഴും ആ വെബ് പേജിലെ കണ്ടൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ മാറ്റം സംഭവിക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ ഡൈനമിക് വെബ് പേജ് എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉപയോഗം എന്താണ്? പണ്ടൊക്കെ ബാങ്ക് അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും അവരുടേതായിട്ടുള്ള ആ ഒരു ബ്രാഞ്ചിലാണ് അവരുടെ ഒരു വെബ് സെർവർ ഉണ്ടായിരുന്നത്. എന്നിട്ട് അതിലൂടെയാണ് അവർ ആ ബ്രാഞ്ചിലത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അവരെന്ത് ചെയ്യുന്നു? ആ സെർവറിൽ നിന്നും ഇതുപോലെ എല്ലാ ബ്രാഞ്ചസിലെ സെർവറുമായി കണക്ട് ചെയ്തിട്ട് ഏറ്റവും അധികം എല്ലാ സെർവറുകളും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു മെയിൻ സെർവർ ഉണ്ടായിരിക്കും. ആ മെയിൻ സെർവറിൽ നിന്നാണ് എല്ലാ ബ്രാഞ്ചസിലേക്കുമുള്ള ഡാറ്റകളും എല്ലാ കാര്യങ്ങളും അവർ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നു. അപ്പോൾ ആ മെയിൻ വെബ് സെർവറിൽ നിന്നും എല്ലാ ബ്രാഞ്ചിലേക്കും കണക്റ്റഡ് ആയിട്ട് അവർക്ക് ഷെയർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും ഒക്കെയുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ബാങ്ക് മാത്രമല്ല, എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കമേഴ്സ്യൽ ഓർഗനൈസേഷൻസിലും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലും എല്ലായിടത്തും നമുക്ക് ഇതുപോലുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ടൊരു വലിയൊരു വെബ് സെർവർ, ആ വെബ് സെർവറിൽ നിന്നും വിവിധ ബ്രാഞ്ചുകളിലേക്ക് നമുക്കതിനെ കണക്ട് ചെയ്യിച്ചിട്ട് നമുക്ക് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് തിരിച്ചങ്ങോട്ട് കൈമാറാം. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് ഷെയർ ചെയ്യാനും സാധിക്കുന്നു.
അടുത്തതായിട്ട് സ്ക്രിപ്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്ക്രിപ്റ്റ് ടാഗിനകത്താണ് നമ്മൾ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ടാഗിന് ക്ലോസിംഗ് ടാഗാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് /സ്ക്രിപ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്കവിടെ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതിയത് ക്ലോസ് ആവുന്നത്. ഇനി അതുപോലെ തന്നെ അതിന് നമുക്ക് 2 ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്. ഒന്ന് ടൈപ്പ് എന്ന് പറയും, ഒന്ന് SRC എന്ന് പറയും. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്, ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യുമ്പോൾ ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിലായിരിക്കും നമ്മുടെ സ്ക്രിപ്റ്റ് റെഡിയാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടാഗാണ് ടൈപ്പ് എന്ന് പറയുന്നത്. അതേപോലെ SRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യും. ആ സേവ് ചെയ്യുമ്പോൾ ആ ഫയലിനെയാണ് നമ്മളിവിടെ SRC എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ പിന്നീട് നമ്മൾ റൺ ചെയ്യുമ്പോൾ അതാണ് ജാവാസ്ക്രിപ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പല ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിൻ്റെ സഹായത്തോടെ നമുക്ക് വേണമെങ്കിൽ ലോഗിൻ പേജ് സെറ്റ് ചെയ്യാം. എന്താണ് ഒരു ലോഗിൻ പേജ്? ഏതൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ കയറുമ്പോഴും അതിൻ്റെ അകത്തൊരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു യൂസർ നെയിം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നത്? കാരണം ആ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് പിന്നീട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഫലമായി ആക്സസിബിലിറ്റി നമുക്ക് കിട്ടുന്നതിനും പിന്നെ നമുക്ക് അതിലുള്ള എല്ലാ സർവീസസും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ പാസ്വേഡ് എന്ന ഫീൽഡിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ഫുള്ള് സ്റ്റാർ ആയിട്ടാണ് കാണുക. ഒരിക്കലും പാസ്വേഡ് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ല, കാണാൻ പാടില്ല, അവർക്ക് വിസിബിൾ ആവരുത് എന്നുള്ളത് കൊണ്ട് സ്റ്റാർ ഇട്ട് കൊടുക്കണം. യൂസർ നെയിം പിന്നെ കുഴപ്പമില്ല, നമുക്ക് ആർക്കെങ്കിലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. അതുകൊണ്ട് യൂസർ നെയിം എല്ലാവർക്കും വിസിബിൾ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്കൊരു ലോഗിൻ പേജ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ലോഗിൻ പേജ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ലോഗിനിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ മാത്രമല്ല മൊബൈൽ ആപ്പിലും നമ്മളിതുപോലെ ലോഗിൻ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലോഗിൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസർ നെയിമും അതുപോലെ പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്ത ശേഷം അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ഇപ്പോൾ ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ വെബ്സൈറ്റിലേക്കാണ് നമ്മൾ കയറണമെന്ന് വെച്ചാൽ അവരുടെ ആ വെബ് സെർവറിലേക്ക് നമ്മുടെ ഈ ലോഗിൻ ചെയ്യാൻ നമ്മൾ ഓൾറെഡി കൊടുത്ത പേരും പാസ്വേഡും അവിടെ റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ യൂസർ നെയിമും പാസ്വേഡും എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് അത് സബ്മിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വെബ് സെർവറിൽ പോയിട്ട് ഇങ്ങനൊരു യൂസർ ഉണ്ടോ, ആ യൂസറിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്തത് കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്ത ശേഷമാണ് അടുത്ത പേജിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുന്നത്. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ അതൊന്ന് കണക്റ്റായി വരാൻ കുറച്ച് സമയം പിടിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിന് റിസൾട്ടൊക്കെ ഡിക്ലെയർ ചെയ്ത സമയത്ത് ആ റിസൾട്ട് കിട്ടുന്നതിന് കുറച്ചൊരു ഗ്യാപ്പ് വരാറുണ്ട്. ഈ നമ്മൾ എൻറ്റർ ചെയ്ത ഹാൾ ടിക്കറ്റ് നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മളവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം അവിടെ ആ സെർവർ കിടന്നിങ്ങനെ കറങ്ങി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട സന്ദർഭം വരാറുണ്ട്. ചില സമയത്ത് അത് വീണ്ടും കൂടുതൽ നേരത്തേക്ക് അത് അങ്ങനെ ഡിലേ ആക്കാറുണ്ട്. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഒരുപാട് പേര് സെയിം റിക്വസ്റ്റ് പല പല സ്ഥലത്തുനിന്ന് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സെർവറിലേക്ക് വരുന്ന നമ്പർ ഓഫ് റിക്വസ്റ്റുകൾ കൂടി വരുമ്പോൾ അവിടെ ആ സെർവറിൽ വരുന്ന ആ ഒരു ഡിലേ ആണ് അത്. അപ്പോൾ ആ വെബ് സെർവറിന് ഒരുപാട് റിക്വസ്റ്റ് ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അങ്ങനെ ആ ഡിലേ നമുക്ക് വരുന്നത്. ഇനി അതല്ല എങ്കിൽ ചിലപ്പോൾ നമ്മളിതുപോലെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ യൂസർ നെയിം കറക്റ്റ് അല്ല അല്ലെങ്കിൽ പാസ്വേഡ് കറക്റ്റ് അല്ല എന്നിങ്ങനെ എറർ മെസ്സേജസ് നമുക്ക് ഡിസ്പ്ലേയിൽ വരാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഓൾറെഡി നമ്മൾ കൊടുത്ത യൂസർ നെയിമോ അല്ലെങ്കിൽ പാസ്വേഡോ നമ്മൾ ടൈപ്പ് ചെയ്തത് തെറ്റിപ്പോയി. അപ്പോൾ ചിലപ്പോൾ ക്യാപിറ്റൽ ലെറ്ററോ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററോ അല്ലെങ്കിൽ നമ്പേഴ്സോ സിമ്പിൾസോ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളപ്പോൾ എൻ്റർ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെബ് സെർവറിലേക്ക് കണക്റ്റ് ആവുന്ന സമയത്ത് വെബ് സെർവറിൽ അത് വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ യൂസർ നെയിമോ അല്ലെങ്കിൽ പാസ്വേഡോ തെറ്റാണ് എന്നുള്ളത് അവർക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ടാണ് ആ മെസ്സേജ് നമുക്ക് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് വീണ്ടും അത് ഡിസ്പ്ലേയിൽ കാണിച്ചു തരുന്നത്. അങ്ങനെയാണ് ലോഗിൻ പേജ് വർക്ക് ചെയ്യുന്നത്. ഇത് എല്ലാ വെബ് സെർവറിലും ബാധകമാണ്.